ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മോൻ എന്നോട് ഇവിടെ ഡേറ്റ് കൊടുത്തണം മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു, കുറേ വെളിപ്പാടുകൾ തന്നെനിക്ക്. ഞാനതെല്ലാം എൻ്റെ ഒരു ബുക്കിൽ എഴുതി വെച്ചു. നമ്പർ 1, ഈ സഭയിൽ നിന്ന് ലോകമറിയുന്ന സുവിശേഷകർ എഴുന്നേൽക്കും. ഇവിടെ ചില പ്രൊഫറ്റിക്കൽ എൻകൗണ്ടറുകൾ സംഭവിക്കും. 2, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള ചില രാജ്യങ്ങളിൽ നിന്നുള്ള ചില പ്രതികൂലത്തിൻ്റെ ന്യൂസുകൾ കേൾക്കും. പിന്നെ പരിശുദ്ധാത്മാവിനെ കാണിച്ചു, നിങ്ങൾ ത്രൂ ഒരു മലയാളം എന്നുള്ള കൾച്ചർ മാറി എല്ലാ ഭാഷക്കാരും വരുന്ന പോലെ ദൈവം വേറൊരു നിലയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ തൊട്ടാൽ ഇങ്ങനെ ആക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ വേറെ ലെവലിലെത്തും, വേറൊരു തലത്തിലെത്തുവാനിടയായിത്തീരും. അതിന് തക്കവണ്ണമുള്ള ഒരു പരിശുദ്ധാത്മാവിനെയാണ് കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെയാണ് കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. സ്തോത്രം. ഒരു വാക്യം നമുക്ക് വേഗം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ട്. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 11. എങ്കിൽ ക്രിസ്തയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. മതി, ജീവിപ്പിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ്, ദ ലൈഫ് ഓഫ് ജീസസ് ഈസ് ദ സോഴ്സ് ഓഫ് മിറക്കിൾസ്. യേശുവിൻ്റെ ജീവൻ അത്ഭുതങ്ങളുടെ ഉറവയാണ്. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ഉറവയാണ്. ഇന്ന് രാത്രി യേശുവിൻ്റെ ജീവൻ ഇവിടെ വെളിപ്പെടുമ്പോൾ അത്ഭുതങ്ങളുടെ ഉറവകൾ വെളിപ്പെടുവാനിടയായിത്തീരും. ഇതുവരെ നടന്നിട്ടില്ലാത്ത വലിയ ഉറവകൾ നിങ്ങളുടെ മുൻപിൽ തുറക്കാൻ പോകുകയാണ്. ആ ഉറവ, ഒന്ന് മരണത്തിൽ നിന്ന് ജീവനെ കൊണ്ടുവരുന്ന നിലനിൽക്കുന്ന ഉറവ. മറ്റൊന്ന് മിറക്കിൾസ്, 5 അപ്പവും 2 മീനും അത് ബ്രേക്ക് ചെയ്യുമ്പോൾ വർദ്ധിച്ചു വരുന്ന മിറക്കിളുകൾ. ഇന്ന് പകൽ ആത്മാവ് ഇന്ന് രാത്രി എവിടെ ചലിക്കുമോ അവിടെ ആമേൻ അത്ഭുതത്തിന്റെ സോഴ്സുകൾ തുറന്നു വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി അത്ഭുതത്തിന്റെ സോഴ്സുകൾ തുറന്നു വരുമ്പോൾ സംഭവിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എക്സ്പെക്ടേഷൻ ക്രിയേറ്റ്സ് മിറക്കിൾസ്. നിങ്ങളുടെ പ്രതീക്ഷകൾ അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പോകുകയാണ്. The name of Jesus. നിങ്ങളുടെ പ്രതീക്ഷകൾ അത്ഭുതങ്ങളെ കൊണ്ടുവരും. രോഗങ്ങൾ സൗഖ്യമാകും. നിങ്ങളുടെ മിനിസ്ട്രി സിറ്റുവേഷൻസ് will be changed. നിങ്ങളുടെ സാഹചര്യങ്ങൾ മുഴുവനും ദൈവം മാറ്റാൻ പോകുകയാണ്. In the name of Jesus. Rabakalaba Shabtalaba. In the name of Jesus.
യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുമ്പോൾ അത്ഭുതങ്ങളുടെ ഉറവകൾ തുറന്നു വരും. സ്തോത്രം. ഇന്ന് രാത്രി ഈ ഹോള് വിടുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ അത്ഭുതങ്ങളുടെ ഉറവകൾ ദൈവം തുറക്കാൻ പോകുകയാണ്. അത്ഭുതങ്ങളുടെ ഉറവകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. അത് കേൾക്കുക മാത്രമല്ല, നിങ്ങളുടെ കണ്ണുകൊണ്ട് അത്ഭുതങ്ങളുടെ ഉറവകൾ കാണാൻ പോകുകയാണ്. അത്ഭുതങ്ങളുടെ ഉറവകൾ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നാലാമത് കണ്ട ഒരു വിഷൻ, നിങ്ങൾ വർഷത്തിൽ ഒരിക്കലായിരിക്കും ഒരു മിറക്കിൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു അത്ഭുതം, അല്ലെങ്കിൽ മുടന്തന്റെ കാല് സൗഖ്യമായി, ചെകിടന്റെ ചെവി തുറന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങളിൽ വായിച്ചു മരിച്ചവർ ഉയർത്തു എന്ന്. പക്ഷേ ഇത് ഒരു സാധാരണ സംഭവമായി ദൈവം ഇതിനെ മാറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇതിനെ ഒരു സാധാരണ സംഭവമായി, അസാധാരണമായ ഒരു ശുശ്രൂഷയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. ഇപ്പോൾ ഈ ജനത്തെ അവരുടെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ചില മിറാക്കുലസ് ഉറവകൾ തുറന്നു വരട്ടെ. ചില മിറാക്കുലസ് ഉറവകൾ തുറക്കട്ടെ. ഹല്ലേലൂയ. The name of Jesus. Rabakala Bashabta. Hallelujah. Hallelujah. അസാധാരണമായ കാര്യങ്ങൾ വല്ലപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇനി ദിനംതോറും അസാധാരണമായ കാര്യങ്ങളുടെ വിടുതലുകൾ സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കണം. ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിൽ ദൈവം ചെയ്യുന്ന കാര്യം, ആമേൻ, ഉന്നതമേറിയ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ വേലയുടെ വിശാലതയ്ക്ക് വേണ്ടി കർത്താവ് ചിലരെ ഇമ്പാർട്ട് ചെയ്യുകയും കൈവച്ചു വിടുകയും ചെയ്യും. അത് ജീവിതത്തിൽ ഒരു മാറ്റത്തെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്ന് ഈ സമയം നിങ്ങളുടെ എല്ലാവരുടെയും വിഷനും മിഷനും വർദ്ധിക്കണം. നിങ്ങൾ ആമേൻ എല്ലാവരിലും പകർന്നിരിക്കുന്ന ഒരേ ആത്മാവിനെയാ. ഈ ആത്മാവിൻ്റെ ശക്തി നമ്മൾ എങ്ങനെ വിശ്വസിച്ച് മുമ്പോട്ട് സ്റ്റെപ്പ് ചെയ്യുന്നു, അതനുസരിച്ച ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ദാഹമുണ്ടോ? നിങ്ങളതിൽ റിയാക്ട് ചെയ്യുമോ? നിങ്ങളത് റിസീവ് ചെയ്യുമോ? അതനുസരിച്ച് വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ അത് റിസീവ് ചെയ്ത്, അത് വിശ്വസിച്ച്, അത് ഏറ്റെടുത്ത്, അത് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് അതുപോലെ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഓഫീസ് തുറക്കപ്പെടാൻ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം ബ്രൂക്ലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ഡോക്ടേഴ്സും സ്വന്തം ഹോസ്പിറ്റലും ക്ലിനിക്കുകളും ഒക്കെ പലയിടത്തുമുണ്ട്. അവിടെ ചെന്നപ്പോൾ അവരുടെ ഷുഗർ ലെവല് 500-ൽ മേളിലാണ്. അവര്
ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് താഴോട്ട് ഷുഗർ ലെവൽ വരുന്നില്ല. അവർ പേടിച്ചിരിക്കുന്നു. അവരുടെ ഈ കാല് കൊണ്ട് നടക്കാൻ പറ്റാതെ വീൽ ചെയറിൽ ആകേണ്ടി വന്നു. വിശ്വാസത്താൽ പ്രവചിച്ചില്ല, വിശ്വാസത്താൽ പറഞ്ഞു, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ 200-ൽ താഴെ വരും. അത് എൻ്റെ ഫെയ്ത്താണ്. അത് നാം പറയുന്ന ഒരു ഡിക്ലറേഷനാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വീൽ ചെയറിൽ ഇരിക്കുന്ന അവരിങ്ങനെ പൊളയാൻ തുടങ്ങി. ആത്മശക്തി അവരിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. ആ ഡെഡ് ഓർഗൻസ്, മുട്ടിനകത്ത് വ്യാപരിച്ചിരിക്കുന്ന ഫ്ലൂയിഡിന്റെ ഡ്രൈ പോർഷൻ എല്ലാം കർത്താവ് ചലിപ്പിക്കാൻ തുടങ്ങി. പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് അവർ താനെ എഴുന്നേക്കാൻ ശ്രമിച്ചു, താനെ നിന്നു, നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവരുടെ വിശ്വാസം നോക്കിക്കോണം. പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവ് അവരെ സൗഖ്യമാക്കി. അവരുടെ കാലിൻ്റെ നബ്നസ് മാറ്റി. ഷുഗർ ലെവല് പരിശോധിച്ചപ്പോൾ 140-ലേക്ക് വന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇപ്പോൾ 110-ൽ വന്നെന്ന്. ഇപ്പോൾ അവർക്ക് വീൽ ചെയർ വേണ്ട. നമ്മുടെ ഫെയ്ത്ത് എന്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു? നിങ്ങൾക്കൊരു രോഗശാന്തി ശുശ്രൂഷയുണ്ടോ ഇല്ലയോ എന്നുള്ള ആ പദവിക്കപ്പുറത്ത് നിങ്ങളുടെ ഫെയ്ത്ത് എങ്ങനെ ഇരിക്കുന്നു? അത് നിങ്ങൾ വിശ്വാസത്താൽ പറയുമ്പോൾ അത് സംഭവിക്കും. Oh, in the name of Jesus. Ribakala rabashamta. Rabakala rabashamta. Hallelujah, hallelujah. In the name of Jesus. ഈ ജീവൻ എന്ന് പറയുന്നത് അത്ഭുതത്തിൻ്റെ ഉറവയാണ്. നിങ്ങളുടെ അകത്ത് ഈ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി പറയത്തില്ല, ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് പറയത്തില്ല. 41 വർഷം കൊണ്ട് ഞാൻ യേശുവിനെ പ്രസംഗിക്കുകയാണ്. എന്നെ നടത്തിയ ദൈവം നിങ്ങളെ നടത്താൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കർത്താവ് പറയുന്ന ഒരു ആത്മമണ്ഡലം ഇതിന്റെ മേളിൽ തുറന്നു നിൽക്കുന്ന ഒരു കാഴ്ച. ഞാൻ ആത്മാവിൽ കാണുകയാ. ആത്മമണ്ഡലം ഇതിന്റെ മുകളിൽ തുറന്നു നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാ. ഇന്ന് രാത്രി ഒരു ആത്മമണ്ഡലം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. എന്നെ കർത്താവ് ഈ ദിവസങ്ങൾ പഠിപ്പിച്ചത് പ്രസംഗത്തെക്കാളിലും പ്രവചനത്തെക്കാളും ഒക്കെ ഭയങ്കരം പ്രയർ ലൈഫ് ബിൽഡ് ചെയ്യണം. പ്രയർ ലൈഫ്. നിങ്ങൾക്ക് എത്ര പേർക്ക് പേഴ്സണൽ പ്രയർ ലൈഫ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്? അത് വേണം. നമ്മൾ ഇവിടെ വന്ന് തിരക്കിനകത്ത് പെട്ടുപോകരുത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രയർ ലൈഫ് നാം ബിൽഡ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ ഒരാഴ്ചത്തേക്ക് വന്ന് പെട്ടെന്ന് ഞാൻ പോയി. എൻ്റെ മൂത്ത പെങ്ങള് വെന്റിലേറ്ററിലായി. പെട്ടെന്ന് ഞാൻ പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്ത് ഞാനും സജിനിയും ഞങ്ങൾ ഒരുമിച്ച് പോയി. ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ഞാൻ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഡെഡ് ബോഡി കാണുന്ന, വെന്റിലേറ്ററിൽ നിന്ന് മാറിക്കിടക്കുന്ന എൻ്റെ സഹോദരിയെ ഒന്ന് കാണണം. എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നു. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഇറങ്ങി. വിളിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. 7 ദിവസം കണ്ട് വെന്റിലേറ്ററിൽ കിടന്നു. സ്തോത്രം. തിരിച്ചു വരവ് ബുദ്ധിമുട്ടാണ് എന്ന് പലരും പറഞ്ഞു. എന്നിട്ട് ഞാൻ കാണാൻ ചെന്നപ്പോൾ ആ സുഖമില്ലാതെ കിടക്കുന്ന എൻ്റെ പെങ്ങൾ പറഞ്ഞു, എൻ്റെ പെങ്ങൾക്ക് 2 കൊച്ചുമക്കളുണ്ട്. ആ ഇളയവൻ അഭിഷേകം പ്രാപിച്ചിട്ടുള്ളൊരു പ്രത്യേക സ്വഭാവമാണെന്ന് പറഞ്ഞു. അവന് വേണ്ടി ഞാൻ കൈവച്ചു
പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ എല്ലാവരെക്കാളും വലിയ ശുശ്രൂഷയിൽ ദൈവം അവനെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പോന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ വിളിക്കുമ്പോൾ ഇവൻ ആത്മാവിൽ കത്തി ജ്വലിക്കും. ആമേൻ, സ്തോത്രം. കഴിഞ്ഞ ദിവസം അവനെ വിളിച്ചപ്പോൾ പെങ്ങൾ പറഞ്ഞു, അവൻ ഭയങ്കര അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുകയാ, അവൻ ആത്മാവിൽ കുതിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വ്യത്യാസം വരുത്തുന്ന ഒരു ചാനലാക്കി നിങ്ങളെ മാറ്റാൻ പോവാ. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് അവൻ വീടുകളിലേക്ക്, ദേശങ്ങളിലേക്ക്, വില്ലേജുകളിലേക്ക്, പഞ്ചായത്തിലേക്ക് അവൻ ഇലക്ട്രിസിറ്റി കൊണ്ടുപോകുന്നത് പോലെ നിങ്ങൾ ഒരു പവർഫുൾ ജനറേറ്ററായി ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. In the name of Jesus. അത്ഭുതത്തിന്റെ ഉറവ ഇന്ന് രാത്രി ഈ സഭയ്ക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കുന്നു. ഉറവ തുറന്നാൽ ബ്രാഞ്ചുകൾ എഴുന്നേൽക്കും. ഉറവ തുറന്നാൽ സുവിശേഷകന്മാർ എഴുന്നേൽക്കും. ഉറവ തുറന്നാൽ അനുസരണം വെളിപ്പെടും. ഉറവ തുറന്നാൽ ആമേൻ ആമേൻ സറണ്ടർ ചെയ്യും. സ്തോത്രം സ്തോത്രം സ്തോത്രം. നാം മനസ്സിലാക്കേണ്ടത്, ദൈവം നമുക്കൊരു ഗിഫ്റ്റ് തന്നാൽ നമ്മുടെ ജീവിതത്തിൽ കീഴ്പ്പെടലുണ്ടായിരിക്കണം. ദൈവം നമുക്കൊരു ഗിഫ്റ്റ് തന്നാൽ ഒബീഡിയൻസ് ഉണ്ടായിരിക്കണം. ദൈവം നമുക്കൊരു ഗിഫ്റ്റ് തന്നാൽ അവൻ നാം ഹംബിളായി മാറണം. ദൈവം നമുക്ക് ഏതെങ്കിലും ഗിഫ്റ്റ് തന്നാൽ എളിമ ഏറ്റെടുക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അടിക്കടി ദൈവം നമ്മെ ഉയർത്തിക്കൊണ്ടിരിക്കും. ഈ അത്ഭുതത്തിന്റെ ഉറവ തുറന്നാൽ ഡ്രൈ ബോൺസ് എഴുന്നേൽക്കും. അത്ഭുതത്തിന്റെ ഉറവ തുറന്നാൽ ഡ്രൈ ആയിരിക്കുന്ന എല്ലാ റിസൾട്ടും മാറി ആമേൻ ഫ്രഷ് ആകുന്ന, തളിരുള്ള, ജീവനുള്ള, സൗഖ്യമുള്ള സൈന്യമായി മാറ്റുന്ന ആമേൻ ആമേൻ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നെ ഉച്ച കഴിഞ്ഞൊരു വെളിപ്പാട് കാണിച്ചു. ആ വെളിപ്പാട് ഇങ്ങനെയാണ്: ഈ ഉറവ ചെന്ന് കഴിഞ്ഞാൽ വെട്ടിക്കളഞ്ഞതെല്ലാം പൊട്ടിക്കിളിർക്കും. ഈ ഉറവ ചെന്ന് കഴിഞ്ഞാൽ അവൻ മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കും. ഈ ഉറവ ചെന്ന് കഴിഞ്ഞാൽ അവൻ നമ്മുടെ ഹൃദയ ദൃഷ്ടി കൊണ്ട് കാണത്തക്കവണ്ണം ചില സംഭവങ്ങൾ സംഭവിക്കും. കർത്താവിനോട് പറയുന്നു, പ്രവചിക്കാൻ ചിലരുടെ നാവിനകത്തൂടെ, വായിക്കകത്തൂടെ ചില തള്ളലുകൾ വരികയാണ്. ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എഴുതിയിരിക്കുന്നു, സോഴ്സ് ഓഫ് മിറക്കിൾസ്. യേശുവിൻ്റെ ജീവൻ അത്ഭുതങ്ങളുടെ ഉറവയായി ദൈവം മാറ്റും. അത്ഭുതങ്ങളുടെ ഉറവയാക്കി ദൈവം മാറ്റും. സ്തോത്രം 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 സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നത്, ആമേൻ, ഒരു അമ്മയും മകനും മകൻ്റെ മരണം ഫേസ് ടു ഫേസ് കാണുന്നു. ആമേൻ. ഹാഗറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഫേസ് ടു ഫേസ് കാണുന്ന ചില മരണം, ചില ദുർഘടങ്ങൾ, അത് ദൈവം അവർക്ക് കാണത്തക്കവണ്ണം അവരുടെ മുൻപിൽ ഒരു ഉറവ തുറന്നു. കണ്ണുകൊണ്ട് കണ്ടു. ആ ഉറവ എന്ന് പറയുന്നത് ദൈവത്താൽ തുറന്നതാ. ആമേൻ. ചിലർ നിന്റെ ഉറവയെ അടയ്ക്കും, അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. എന്നാൽ ദൈവമായിട്ട് അവിടെ ഒരു ഉറവ തുറന്നത് എന്താ സംഭവിച്ചത്? അവനെ വലിയൊരു ജാതിയാക്കാനായി.
ഇന്ന് പകൽ, ഇന്ന് രാത്രി ഇവിടെ തുറക്കുന്ന ഉറവ നിന്നെ രാജ്യങ്ങളിൽ പ്രഥമ സ്ഥാനത്തെത്തിക്കുന്ന രാജ്യത്തിന്റെ താക്കോൽ, സ്റ്റേറ്റിന്റെ താക്കോൽ, മിനിസ്ട്രിയുടെ ഉയർച്ച തരുന്നത് വെളിപ്പെടുത്തുന്ന ഉറവ ഇന്ന് പകൽ ഈ രാത്രി കർത്താവ് വെളിപ്പെടുത്തുകയാണ്. കർത്താവ് പറയുന്നു, ചിലർ ഇരിക്കുന്നിടത്ത് തന്നെ അത് തുറന്നിരിക്കുന്നു. ഇന്ന് രാത്രി അതിൽ നിന്ന് കുടിച്ചോ. നീ ഒറ്റയ്ക്ക് ചില മൈലുകൾ സഞ്ചരിക്കേണ്ടി വരും, ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രമേ കാണത്തുള്ളൂ. സാരമില്ല. ഓ, നിനക്ക് വേണ്ടി വാതിൽ അടച്ചവരുടെ മുൻപിൽ ഉറവകളെ തുറന്ന് ദൈവം നിന്നെ നടത്താൻ പോകുകയാണ്. ഈ ഉറവ ഇതിന്റെ നടുവിലൂടെ ഒഴുകി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് രാത്രി ഉറവയുടെ ശക്തി, വെള്ളത്തിന്റെ ഉയർച്ച വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അതിൽ സ്വിം ചെയ്യും, നിങ്ങൾ അതിൽ നീന്തി തുടിക്കും. ഉടാരബാന സകൽ പ്രവാദന, the name of Jesus. എനിക്കറിയാം, ഇവിടുത്തേക്ക് തന്ന ഒരു ദൂതായതുകൊണ്ട് ഇതിനകത്ത് എന്തൊക്കെയോ സംഭവിക്കും. ഓ ജീസസ്, ഭയങ്കര കാര്യങ്ങൾ സംഭവിക്കും. കർത്താവിനോട് പറയുന്നു, ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് ആമേൻ, നിങ്ങളുടെ അകത്ത് സുവിശേഷ ദാഹമുണ്ടെങ്കിൽ നിങ്ങളുടെ സുവിശേഷം പറയുന്ന സ്ഥലത്ത് പ്രോഫറ്റിക്കൽ ആക്ഷൻ സംഭവിക്കും, പ്രോഫറ്റിക്കൽ അട്രാക്ഷൻ സംഭവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾക്ക് യേശുവിൻ്റെ ജീവൻ അത്ഭുതത്തിൻ്റെ ഉറവയാണ്. യേശുവിൻ്റെ ജീവനാണ് നമ്മളിൽ തന്നിരിക്കുന്നത്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. ഈ ആത്മാവിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഈ ഹോളി സ്പിരിറ്റിന്, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഉള്ള ആരാധന, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കാൻ പോവുക. ദൈവം ഭയങ്കര അത്ഭുതം ചെയ്യാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചില വ്യത്യാസങ്ങൾ വരുത്തും. കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു ഹീലിംഗ് നടക്കുന്ന ഒരു കൂട്ടമായി ദൈവം ഇതിനെ മാറ്റും. ഒരു ട്രമൻഡസ് ഹീലിംഗ്, ഒരു ട്രമൻഡസ് ഹീലിംഗ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലര് പ്രസംഗിക്കുമ്പോൾ യെസ്, ഭയങ്കരമായ ഹീലിംഗ് സംഭവിക്കും. ഭയങ്കരമായ ഹീലിംഗ് സംഭവിക്കുമെന്ന് കർത്താവ് ഓർപ്പിക്കുക. ജീസസ്, ജീസസ്, ജീസസ്. ജഗതൽ പ്രവാച, നിങ്ങളുടെ പ്രയർ ലൈഫ് ദൈവം ചേഞ്ച് ചെയ്യാൻ പോകുന്നു. അസാധാരണമായ മാറ്റങ്ങൾ ദൈവം വരുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും കൂട്ടത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും.
ചർച്ചിൽ വരുന്നുണ്ടായിരിക്കും. പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് പേഴ്സണൽ പ്രയർ ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്യണം. ഒറ്റയ്ക്കിരുന്നുള്ള പ്രാർത്ഥന, കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും, നല്ലത്. പക്ഷേ പേഴ്സണൽ പ്രയർ ലൈഫ്, പ്രയർ ലൈഫ് ബിൽഡ് ചെയ്യുകയും അവിടെ നമുക്ക് ദൈവത്തോട് ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കാനും കരയാനും നമ്മുടെ കുറവ് തുറക്കാനും തിരിച്ച് അങ്ങോട്ട് പറയുന്നത് മാത്രമല്ല തിരിച്ചിങ്ങോട്ട് സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കാനും ഇടയായിത്തീരുന്ന ഒരു സ്ഥലമാണ് പേഴ്സണൽ പ്രയർ ലൈഫ്. ഹല്ലേലൂയ. എത്ര പേര് ഇന്നു മുതൽ പേഴ്സണൽ പ്രയർ ലൈഫിന് വേണ്ടി ടൈം മാറ്റിവെക്കും? പേഴ്സണൽ പ്രയർ ലൈഫിന് വേണ്ടി ഇരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, എല്ലാം മാറ്റിവെച്ച് നിങ്ങളെ പ്രയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത എല്ലാം മാറ്റിവെച്ച് അത് തന്നെ ഒരു വിജയമാകും. ചിലപ്പോൾ അത് ഫോണായിരിക്കാം, മറ്റു പലതുമായിരിക്കാം. കംപ്ലീറ്റ് മാറ്റി വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥനയ്ക്കിരുന്ന് നോയിക്കേ. നിങ്ങളുടെ പ്രയർ റൂമിൽ നിങ്ങൾ പ്രവചിക്കും. നിങ്ങളുടെ പ്രയർ റൂമിൽ വിസിറ്റേഷൻ സംഭവിക്കും. നിങ്ങളുടെ പ്രയർ റൂമിൽ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കും. ഇതിനകത്ത് സ്വർഗം തുറക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് വേറൊരു മൂവ്മെന്റ് വരും. ഇതിനകത്ത് ഇതൊരു ഇംഗ്ലീഷ് കോൺഗ്രിഗേഷൻ എന്നതുപോലെ ദൈവം ഇതിനെ വേറൊരു തലത്തിൽ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ദൈവാത്മാവിന്റെ ശക്തികൾ വെളിപ്പെടാൻ പോകുന്നു. ഇതിനകത്തുനിന്ന് അപ്പോസ്തലന്മാർ എഴുന്നേൽക്കും, പ്രവാചകന്മാർ എഴുന്നേൽക്കും, സോൾ വിന്നേഴ്സ് എഴുന്നേൽക്കും. ദൈവം അസാധാരണമായ കാര്യങ്ങൾ തമ്പുരാൻ ചെയ്യാൻ പോകുകയാണ്. കർത്താവ് പറയുന്നു, ഈ ആത്മാവ് അങ്ങോട്ട് വ്യാപരിക്കുമ്പോൾ, ഈ ആത്മാവ് ഇങ്ങോട്ട് ഒഴുകി വരുമ്പോൾ, 5 അപ്പമൊക്കെ നുറുക്കുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനായി മാറും. ഹല്ലേലൂയ. അത് വേറൊരു സംഭവം സംഭവിക്കും. വേറൊരു സംഭവം സംഭവിക്കും. കർത്താവ് എന്നോട് പറയുന്നു, ഇതുപോലത്തെ ചില അത്ഭുത കാര്യങ്ങൾ ഇത് പ്രാർത്ഥിച്ചേ പുൽപ്പിറ്റിൽ കയറാവൂ. അങ്ങനെ ചെയ്തു നോയിക്കോ. നിങ്ങൾ പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കും. 38 വർഷം മുമ്പ് ഞാൻ വാര്യാപുര യോനാച്ചാൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഞാനിരിക്കുന്ന ഒരു സ്ഥലത്താണ് ദൂത് പറഞ്ഞത്. വടക്കെല്ലാം വാളുകൾ പൊങ്ങും, ജനം പീഡിപ്പിക്കപ്പെടും. പക്ഷെ തെക്കുനിന്ന് ഞാനൊരു തീ കത്തിക്കും, അതൊരു ഉണർവാകും. അത് വടക്കോട്ട് കത്തി പടരും. വടക്കുയർന്ന വാളും തീയും പീഡനവും ഞാൻ കെടുത്തിക്കളയും. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞു, രാജ്യങ്ങളിൽ ഭീതിയും യുദ്ധങ്ങളും അതിൻ്റെ സ്വരങ്ങളും കേൾക്കും. ഞാൻ ആ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം സമയമായി, അത് സംഭവിക്കാൻ പോവുക, സമയമായിരിക്കുന്നു. നിങ്ങൾ ഹെല്ലിലേക്കുള്ള ആളിന്റെ എണ്ണം ക്യാൻസൽ ചെയ്യാൻ പോവുക. ഹെവനിലേക്കുള്ള ജനം ഇടിച്ച് കയറാൻ പോവോ. In the name of Jesus. എന്നോട് കർത്താവ് പറയുന്നു, ഈ സഭ ഉണർവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ചിലരെ പോക്കാൻ പോകുകയാണ്. Oh, in the name of Jesus.
അറബഖനാരഗദന പ്രവാചന. യെസ്, കർത്താവിനോട് പറയുന്നു, ഈ ദേശത്ത് ഭരിക്കുന്ന ഒരു അനാശയ അവൻ ഒരു ദുർമന്ത്രശക്തി ഏതാണ്ട് 20-ൽ പരം വർഷം മുമ്പ് 12-ൽ പരം വർഷം മുമ്പ് 2 സീസണിൽ ഈ കാനഡയിൽ ഉണർവ് വരേണ്ടതായിരുന്നു. എന്നാൽ അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കിടക്കുന്നു. ഇന്ന് പകൽ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ആ കാറ്റ് പൊട്ടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ കാറ്റ് പൊട്ടാൻ പോവുകയാണ്. ദൂരമന ഹദരജലഘടക ശംദല ബബാരക റബഖനാരബദന പ്രവാദനാജ. യേശുവിന്റെ നാമത്തില് പൊട്ടട്ടെ പൊട്ടട്ടെ പൊട്ടട്ടെ. ഇന്ന് രാത്രി ആ ഉറവ ആ ജീവന്റെ ഉറവ ചിലതിനെ ചലിപ്പിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ ബുദ്ധി ചെലുത്തരുത്. നിങ്ങൾ വിട്ടുകൊടുത്താൽ ഒരമാനുഷികമായ നിലയിൽ നിങ്ങളെ ആത്മാവ് പോക്കാൻ പോവുകയാണ്. Oh, in the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. പാർശ്വ ചില യഹൂദന്മാരെ സ്നാനത്തിലേക്ക് കൊണ്ടുവരും കേട്ടോ. ഇന്ന് ചില ഉറവ മാറി തുറക്കാൻ പോവാ. നിങ്ങൾ ഇങ്ങനൊക്കെ പ്രാർത്ഥിക്കാമോ? ഞാൻ 9 യഹൂദന്മാരെ സ്നാനപ്പെടുത്തിയ ആളാണ്. ആമേൻ. ഫ്രാങ്ക്ഫർട്ടിലും കാലിഫോർണിയയിലും ആയിട്ട് 9 ജൂയിഷ്. ഒരു ദിവസം രാത്രിയിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് യഹൂദന്മാരെ സ്നാനപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, സാമച്ചാൻ്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ഫ്രാങ്ക്ഫർട്ടിൽ ദൈവം അത് ചെയ്തു, കാലിഫോർണിയയിൽ ദൈവം ചെയ്തു. ആമേൻ. ഞാൻ കണ്ട ചില സംഭവങ്ങൾ കാലിഫോർണിയയിൽ ആമേൻ 1,00,000-ലധികം പേർക്ക് വരുന്ന ഒരു രോഗമുള്ള ഒരു ജൂയിഷ് പെൺകുട്ടി ആ മീറ്റിങ്ങിൽ വന്നു. അവിടെ ഫ്രണ്ട് വിളിച്ചു കൊണ്ടുവന്നതാ. അന്ന് രാത്രി ആ രോഗം ചൂണ്ടി കർത്താവ് സംസാരിച്ചു. അന്ന് രാത്രി സ്വിമ്മിംഗ് പൂളിൽ സ്നാനപ്പെടുത്താൻ ഇറങ്ങുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ആ ജൂയിഷ് പെൺകുട്ടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഇന്ന് ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ ദൈവദാസനെ ഞാൻ അത് തന്നെയാ കാണുന്നത്. നിങ്ങൾ ചെയ്യാത്ത, നിങ്ങൾ ചിലര് മസല് പിടിച്ചിരിക്കും, ചിലർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. എന്നാൽ ചിലര് വിശ്വസിക്കും, ചിലരെ ഏറ്റെടുക്കും. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചിലത് ചെയ്യാൻ പോവാ. അതിനാ പ്രാർത്ഥിക്കേണ്ടത്. അത് ജയിക്കാനായി ഈ ആത്മാവ് വരുന്നത്, അതിന്റെ ഒഴുക്കാൻ സംഭവിക്കുന്നത്. ഇന്ന് രാത്രി അതിന്റെ ഒരു ഒഴുക്ക്, ഒരു ഉറവ ചേഞ്ച് ചെയ്യാൻ പോവാ. നിങ്ങളുടെ മസില് പിടിച്ചും ബുദ്ധി പിടിച്ചും എഴുതിയും കാൽക്കുലേറ്റും ചെയ്ത കണക്കുകളെ മുഴുവൻ ദൈവം തെറ്റിക്കാൻ പോവാ. ദൈവം മാറ്റാൻ പോകുക. ദൈവം വ്യത്യാസങ്ങൾ വരുത്താൻ പോകുന്നു. എനിക്കിന്ന് രാത്രി അറിയാം, അതെന്റെ ബോഡിയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു എക്സീഡിംഗ് പവർ, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ്, ഒരു വ്യാപരിക്കുന്ന ഒരാത്മമണ്ഡലം
ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. പ്രവാദന. ഹല്ലേലൂയ. ഉറവ തുറക്കുന്നതാ ബുദ്ധിമുട്ട്. തുറന്നാൽ ഇതടയ്ക്കാനല്ല തുറന്നത്, ചില വ്യത്യസ്തതകൾ കൊണ്ടുവരാനാ ഈ ഉറവ തുറന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ വ്യത്യസ്തത കൊണ്ടുവരുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നു? എഴുന്നേറ്റൊരു സ്തോത്രം പറഞ്ഞേ. ഈ ഉറവ എന്നിൽ വ്യത്യാസം കൊണ്ടുവരും. ഈ ഉറവ എന്റെ സഭയിൽ വ്യത്യാസം കൊണ്ടുവരും. ഈ ഉറവ എന്റെ കുടുംബത്തിൽ വ്യത്യാസം കൊണ്ടുവരും. ഉറക്കെ പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞാട്ടെ, വാ തുറന്ന് പറഞ്ഞാട്ടെ. ഈ ഉറവ വ്യത്യാസം കൊണ്ടുവരുന്ന ഉറവയാ. യേശുവിന്റെ പുറം ഉഴവിചാൽ പോലെ കീറിയത് ആമേൻ ഈ ഉറവ ആമേൻ നമുക്ക് തരാനാ. ഈ ഉറവയിൽ നിന്ന് കുടിക്കാനാ, ഇത് ചൈതന്യം പ്രാപിക്കാനാ, ഇത് വീണ്ടും ജീവിക്കാനാ ഈ ഉറവ. ദൈവവേലയിൽ നിങ്ങളുടെ ഡ്രസ്സല്ല നോക്കുന്നത്. ദൈവവേലയിൽ അവൻ നിങ്ങളുടെ ഡിഗ്രി അല്ല നോക്കുന്നത്. ദൈവവേലയിൽ നിങ്ങൾ യേശുവിനോടുള്ള ഇന്റിമസി എങ്ങനെ ഇരിക്കുന്നു, അതിനകത്ത് അവൻ ചില വിടുതലുകൾ കൽപ്പിക്കാൻ പോകുകയാണ്. ദൈവവേലയിൽ അസാധാരണമായ ചില മാറ്റങ്ങൾ കൽപ്പിക്കാൻ പോകുന്നു, കൽപ്പിക്കാൻ പോകുന്നു. ഓ കൽപ്പിക്കാൻ പോകുന്നു, ഓ കൽപ്പിക്കാൻ പോകുന്നു, ഓ കൽപ്പിക്കാൻ പോകുന്നു. ഇന്ന് രാത്രിയിൽ ചില അസാധാരണ സൗഖ്യവും ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. PR റിലേറ്റഡായി ചില സ്ട്രഗ്ലിങ്ങിന്റെ കുരുക്ക് ഇന്ന് രാത്രി ചിലരുടെ അഴിയാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഉറവ എന്തിനാ ഉറവ തുറന്നത്? നിന്റെ PR കാർഡ് ക്രമീകരിക്കാനാ. ഉറവ തുറന്നത് എന്തിനാ? നിന്റെ PR വേണ്ടി ഗവൺമെന്റിൽ ചില പുതിയ ഓർഡർ വരാനാ. ഇന്ന് രാത്രി ചില ഓർഡറുകൾ വരാൻ പോകും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തു. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചു. ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് ഒരു കൂട്ടം ആൾക്കാരെ ഇവിടെ നിർത്തത്തില്ല, തിരിച്ചുവിടും, ജോലി കൊടുക്കത്തില്ല. ദിഗൽ പ്രവാദന. Oh, in the name of Jesus. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടും നടക്കാതെ, PR വേണ്ടി ശ്രമിച്ചിട്ടും നടക്കാതെ ഇരിക്കുന്ന ഹാർഡ്ഷിപ്പ്, ചില ഹാർഡ് സബ്ജക്റ്റ്, അതിനകത്തേക്ക് ഈ ഉറവ വരുമ്പോൾ ആ കെട്ടിയ കെട്ട് മുഴുവൻ അഴിയും. ആ കുരുക്ക് ദൈവം അഴിയും. ആ കുരുക്ക് ദൈവം അഴിക്കാൻ പോകുകയാണ്. ഉറവ ഉറവ ഉറവ
യേശുക്രിസ്തുവിൽ നിന്നൊഴുകി വരുന്ന ഉറവ. കർത്താവിനോട് പറയുന്നു, ചിലരുടെ ജീവിതത്തിൽ നിരന്തരം സ്ട്രഗിൾ വിട്ടുമാറാതെ, സ്ട്രഗിളിങ് മാത്രം, സ്ട്രെസ്, രോഗം, വിട്ടുമാറാത്ത സിക്നസ്. ഇന്ന് രാത്രി ഈ ഉറവ നിങ്ങളിൽ വരുമ്പോൾ ഇനിയും ആ രോഗം വരുത്തില്ല, അതിനെ അറസ്റ്റ് ചെയ്യുക. ഇന്ന് രാത്രി നിങ്ങളുടെ യുണീക് കോളിംഗിലേക്ക്, അൺവെയിലിംഗിലേക്ക് കർത്താവ് നിങ്ങളെ കണക്ട് ചെയ്യാൻ പോവാ. ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. എന്റെ ആത്മാവിൽ ദൈവം എന്നോട് പറയുന്നു, ചില കുടുംബങ്ങളെ ദൈവം പുറത്തെടുക്കുന്നു. പ്രതിസന്ധികൾ കണ്ട് ഓടരുത്, നിൽക്കണം. ദൈവം അത്ഭുതം ചെയ്യും. പ്രതിസന്ധികൾ കണ്ട് നിങ്ങൾ ഓടരുത്. പ്രതിസന്ധികൾ കണ്ട് ഓടരുത്. പ്രതിസന്ധികളുടെ മുൻപിൽ പ്രാർത്ഥനയിൽ ഫേസ് ചെയ്യണം. നിങ്ങൾ അതിലൂടെ ജയം പ്രാപിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ മുൻപിൽ തളർന്നു പോകരുത്. ക്രൈസിസിന്റെ മുൻപിൽ തളർന്നു പോകരുത്. ദൈവം നിങ്ങളെ ഹോണർ ചെയ്യാൻ പോകുകയാണ്. കർത്താവിനോട് പറയുന്നു, ഒരു വലിയ ബ്രേക്ക് ത്രൂ നിങ്ങളുടെ മിനിസ്ട്രിയുടെ മേൽ വെച്ചിരുന്ന ഒരു യോക്ക് ഇന്നത് ഒടിയുക. ഇന്നത് ഒടിയുക. തീ വരുമ്പോ ഞാൻ നിങ്ങളുടെ മണ്ടയ്ക്ക് കൈവെക്കുമ്പോഴല്ല വിടുതല്. ആത്മതീ വരുമ്പോൾ അത് ഒടിഞ്ഞു പോകും. ആത്മസാന്നിധ്യം ഇറങ്ങുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കും. അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ മറക്കരുത്, the life of Jesus is the source of miracles. യേശുവിൻ്റെ ജീവൻ. നിങ്ങൾ യേശുവിൻ്റെ മരണത്തിൽ 100% കടന്നു വിശ്വസിക്കുന്നു. അതിലേക്ക് നിങ്ങൾ അലിഞ്ഞു ചേരണം. യേശുവിൻ്റെ മരണം അലിഞ്ഞു ചേരുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, നമ്മുടെ ഏതെല്ലാം മേഖല, അത് ഫിനാൻസ് ആകാം, ഹെൽത്ത് ആകാം, ജോലിയാകാം, ഫാമിലി ലൈഫ് ആകാം, എല്ലാമാകാം, പക്ഷെ എല്ലാത്തിനകത്തും ജീവൻ. എനിക്കറിയത്തില്ല, ഞാൻ ഒരുപാട് മണിക്കൂർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു വേടാണ് ക്രിസ്തുവിൻ്റെ ജീവൻ. ഞാൻ 12ാം ക്ലാസ് തോറ്റ് നിൽക്കുമ്പോൾ ജോലി ചെയ്യണമെന്നും പറഞ്ഞ് എനിക്ക് എല്ലാത്തിനും മുട്ട പൂജിയുമായിരുന്നു. 12 എൻ്റെ കൂടെ പഠിച്ച ആർക്കും മുട്ട പൂജിയില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു, നിന്റെ ജീവിതം മുഴുവൻ തീർന്നു പോയി. കൈ നോക്കുന്ന ഒരു കാക്കാത്തി വീട്ടിൽ വന്ന് തത്തയെ കൊണ്ട് അവർ തത്തയെ അഴിച്ചു വിട്ടിട്ട് പറഞ്ഞു, ഇവൻ ഈ കൊമ്പന് ഒരിക്കലും ഭാവിയില്ലെന്ന്. ഞാൻ എൻ്റെ ഈ കാലുകൊണ്ട് ആ തത്തയും കൂടിനെ ഒരു തൊഴി കൊടുത്തു. അത് ചില കുസൃതി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെ മുൻപിൽ ദൈവം എല്ലാം തിരുത്തി. എന്നോടൊരു ദൈവദാസനും വരുന്നവരെല്ലാം പറയുക, എന്ന് നീ ആത്മാവിൽ നിറയും അന്ന് നിന്റെ ഭാവി തെളിയും. ഇന്ന് കർത്താവ് ചിലരുടെ ഭാവി തെളിയിക്കാൻ പോവാം. നിങ്ങളുടെ വിഷനിലേക്കും നിങ്ങളുടെ ദാഹത്തിലേക്കും ദൈവം നിങ്ങളെ എത്തിക്കാൻ പോവാം. അടുത്ത ഈ വരുന്ന തിങ്കളല്ല, അതിൻ്റെ മുമ്പത്തെ, അത് കഴിഞ്ഞുള്ള തിങ്കളിന് മുമ്പ് ചിലരുടെ മുൻപിൽ ചില ഫിനാൻസിൻ്റെ റിലീസിങ് സംഭവിക്കാൻ പോവാ. ചില ഫിനാൻസിൻ്റെ റിലീസ്, ചില കാര്യങ്ങൾ ഫ്രീ ആയി ദൈവം തരാൻ പോകുകയാണ്. ഇതുവരെ ഞാൻ ചിന്തിക്കാത്ത ചില കാര്യങ്ങളാണ് ദൈവം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൂത് ഏറ്റെടുത്തോണം.
ദൂത് ഏറ്റെടുത്തോണം. ഇന്ന് രാത്രി തിരിച്ച് ഭവനത്തിൽ ചെല്ലുന്നതിന് മുമ്പ് ചില വിടുതലുകൾ സംഭവിക്കും. ഇന്ന് പകൽ ഒരു ഭയങ്കര അനോയിന്റിങ്ങിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുകയാണ്. ഉറവ തുറന്നാൽ പ്രാർത്ഥനയിൽ വെള്ളം വീഞ്ഞാകും. ഉറവ തുറന്നാൽ ആമേൻ, പ്രാർത്ഥനയിൽ ഓർഗൻസ് വളർന്നു വരും. കർത്താവ് എന്നോട് പറയുന്നു, ആരിലൊക്കെ ഒരു ഹീലിംഗിന്റെ ഇമ്പാർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കും. യെസ്, ഹീലിംഗിന്റെ ഒരു ഇമ്പാർട്ടേഷൻ. എന്നെ ഒരു ദൈവദാസൻ ഫിലദൽഫിയയിൽ ഒരു മീറ്റിങ്ങിനെ വിളിച്ചു. എന്നടുത്ത് പറഞ്ഞു, പാഷേ ഒരു പുതിയ സഭ തുടങ്ങാൻ പോവാ, പാഷ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. എന്നോട് ഞാൻ ചോദിച്ചു, എത്ര പേര് വരും? ചിലപ്പോൾ ഒരു 5-8 പേര് വരുമായിരിക്കും. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ 22 പേരുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി. ഈ 22 പേരും സ്നാനപ്പെടാത്തവരായിരുന്നു. 22 പേരും അന്ന് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഉടനെ ഒരു ഫുൾ ദൈവത്തിൻ്റെ പ്രോജക്റ്റ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയായിരുന്നു. ഹല്ലേലൂയ. വരുന്ന ശനിയാഴ്ച 22 പേര് സ്നാനപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ഭയങ്കര മാറ്റം, എനിക്കറിയത്തില്ല, ചില പൂർണ്ണതകൾ വെളിപ്പെടാൻ പോകുകയാണ്. ചില പൂർണ്ണതകൾ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. ദൈവത്തിന്റെ ചില പദ്ധതികൾ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ചില വലിയ പ്രവർത്തികൾ ചെയ്യാൻ പോകുകയാണ്. ഞാൻ ആ പറഞ്ഞ ഹെഡിങ് ഒന്ന് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിച്ച്, ഞാൻ ആ പറഞ്ഞ ഹെഡിങ് ഒന്ന് ഡിക്ലെയർ ചെയ്തൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് പറഞ്ഞേ ബ്രദറെ, കേട്ടോ? ഞാൻ പറഞ്ഞേ, ഞാൻ ആ പറഞ്ഞ ഹെഡിങ് ഒന്ന് ഡിക്ലെയർ ചെയ്ത് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞേ, ഞാൻ പ്രസംഗം കേട്ടില്ലയോ? അത് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു. ദ ലൈഫ് ഓഫ് ജീസസ് ഈസ് ദ സോഴ്സ് ഓഫ് മിറക്കിൾസ്. യേശുവിൻ്റെ ജീവൻ അത്ഭുതങ്ങളുടെ ഉറവയാണ്. യേശുവിൻ്റെ ജീവൻ അത്ഭുതങ്ങളുടെ ഉറവയാണ്. അത് വിശ്വസിക്കുന്നു? യേശുവിൻ്റെ ജീവൻ അത്ഭുതങ്ങളുടെ ഉറവയാണെന്ന് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഉറവകൾ ദൈവം തുറക്കാൻ പോവാ. ചില കുടുംബങ്ങൾക്കകത്തത് തുറക്കാൻ പോവാ. യെസ്, എനിക്കറിയത്തില്ല, എൻ്റെ ശരീരത്തിൽ തീ കത്തുന്ന പോലെ എന്നെ ഫീൽ ചെയ്യുകയാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ നാവിനകത്ത് കർത്താവ് തൊടാൻ പോവാ, ഒരു തീയാക്കി മാറ്റാൻ പോവാ. അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി വേറൊരു തലം ദൈവം വെളിപ്പെടുത്താൻ പോകുക. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നു. ഈ അടുത്ത 7 ദിവസത്തിനകം ചില വ്യക്തികളിൽ ദൂതന്മാരുടെ വിസിറ്റേഷൻ സംഭവിക്കും. പിടിച്ചു പ്രാർത്ഥിച്ചോണം. ദൂത് കേട്ടിട്ട് കിടന്നുറങ്ങുകയല്ല, പിടിച്ചു പ്രാർത്ഥിച്ചോണം. ചില കുരു കഴിയാൻ പോവാ.
In the name of Jesus. Dara jagadana jaga. ഞാൻ ആത്മാവിൽ ഒരു കാഴ്ച കാണുന്നു. നിങ്ങളുടെ അടുത്ത് ഒരു പൈപ്പ് നിറച്ച് വെള്ളം നിറച്ച് സ്പ്രിങ്കിൾ കണക്ട് ചെയ്തിരിക്കുന്നു. വേണ്ടിയപ്പോഴൊക്കെ ആ ടൈം സെറ്റ് ചെയ്തു വരുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് കുറവില്ലാതെ അതാത് സമയത്ത് ആമേൻ വെള്ളം വന്ന് അതിനെ നനച്ച് വാട്ടമില്ലാതെ നിർത്തുന്ന പോലെ ദൈവം നിങ്ങളെ നിർത്താൻ പോകുകയാണ്. കർത്താവിനെ ഒരു കാഴ്ച കാണിക്കുന്നു. ചില കുടുംബങ്ങളിൽ ഇതിനെ കണക്ട് ചെയ്യുന്നു. ഒരു ഫെബിന്റെ കുടുംബത്തിൽ ദൈവം ആമേൻ ദൈവത്തിന്റെ ചില ഫേവറുകൾ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് ചില അസാധാരണമായ വിടുതലുകൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്നത്തെ ദൂതിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നെനിക്ക് നല്ലപോലെ അറിയാം. ഹല്ലേലൂയ. ദൈവം ചില കുടുംബങ്ങളെ തൊടാൻ പോവാ. ചിലരെ തീനാവാക്കി അഗ്നി ജ്വാലയാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. റബ ഖല റബ ശംദ റബ ഖല റബ ശംദ റബ ഖല റബ. In the name of Jesus. In the name of Jesus. Yes. ദൈവം ചിലരെ ഈ നദിയുമായി ഈ വറ്റാത്ത ഉറവയുമായി ദൈവം കണക്ട് ചെയ്യാൻ പോകുന്നു. യെസ്. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ദൈവം നിന്നെ കണക്ട് ചെയ്യാൻ പോകുകയാണ്. യെസ്. വറ്റാത്ത ചില ഉറവകൾ, വറ്റാത്ത ചില ഉറവകൾ, വറ്റാത്ത ചില ഉറവകൾ ദൈവം തുറക്കുകയാണ്. വറ്റാത്ത ചില ഉറവുകൾ ദൈവം തുറക്കുന്നു. ഇവിടെയുള്ള ചില കുടുംബങ്ങളിൽ ജനറേഷന് നേരെ കൈ നീട്ടി വെച്ചിരിക്കുന്ന ചില അറ്റാക്കുകൾ ഇന്ന് രാത്രി അത് അഴിയുന്നു. പറയുകയാണ്, അഴിയുന്നു. ദൈവത്തിന്റെ ആത്മാവ് ചില കുരുക്കുകളെ അഴിക്കുന്നു. Yes, in the name of Jesus. കർത്താവിനോട് പറയുന്നു, ഡാനിയേൽ എന്ന പേരുമായി റിലേറ്റഡ് ആയിട്ടുള്ള, ഡാനിയേൽ എന്ന പേരുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ രണ്ട് വ്യത്യസ്ത വ്യക്തികളിൽ ദൈവത്തിന്റെ ചില ഭയങ്കര വിടുതല്
പകരാൻ പോകുന്നു. The name of Jesus. ഈ ഡാലിയൻ എന്ന പേരുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങോട്ട് വന്നാട്ടെ. പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര വ്യത്യാസം. കർത്താവ് എന്നെ ഒരു ഡ്രീം കാണിക്കുന്നു. മനെ യാക്കോബിനെ ഒരു വലിയ ജാതിയാക്കി മാറ്റിയതുപോലെ, ഒരു സ്പെഷ്യൽ ജനതയാക്കിയതുപോലെ ജേക്കബിന്റെ കുടുംബത്തെ ഞാനൊരു സ്പെഷ്യൽ ജനമാക്കി മാറ്റാൻ പോകുന്നു. കർത്താവ് നിന്റെ ജീവിതത്തിൽ touch in the name of Jesus. കർത്താവ് പറയുന്നു, നീ ഇവിടെങ്ങും വരണ്ടിയവനല്ല. ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ. എൻ്റെ വേലയും കൂടെ ചെയ്യാനാ. നീ പലതും കണ്ടു മടുത്തു. വേല കണ്ട് വേലക്കാരുടെ ഇടയിലുള്ള വേദന, ക്രൈസിസ്, വാക്കുകൊണ്ടുള്ള കുത്തലുകൾ, ഈ ജീവിതം ഒരു പേഴ്സണേജ് ജീവിതം. ഓ പ്രഭാഹദര ജനഘടക ക്ഷന്തൽ പ്രവാദനാജ. നീ പലതും കണ്ട് കണ്ട് മടുത്തു. ദൈവം എന്തിനു നിന്നെ പഠിപ്പിച്ചു? കർത്താവ് പറയുന്നു, നിന്റെ പല തലമുറകൾ ശുശ്രൂഷയിലേക്ക് എത്താൻ പോവാ. പിതാക്കന്മാരുടെ കാലം, നിന്റെ കാലം, നിന്റെ ജനറേഷന്റെ കാലം ഓരോന്നും അത്ഭുതങ്ങളായി മാറാൻ പോകുന്നു. ചുടരബ കലറബ ലോബഖോലബ ശംദ. ഡാനിയേൽ ആരാ? പപ്പ എന്തായിരുന്നു ജോലി? പാഷായിരുന്നു. ഇപ്പോഴും പാഷാണ്. കർത്താവ് പറഞ്ഞത്, അപ്പൻ്റെ കാലം, നിന്റെ കാലം, നിന്റെ തലമുറയുടെ കാലം, ഒരു സ്പിരിച്വൽ റൂട്ടിൽ ദൈവം നിന്നെ ഓടിക്കാൻ പോവുകയാണ്. The name of Jesus. കർത്താവ് എന്നെ ഒരു ഭയങ്കര വെളിപ്പാട്, ഈ ബ്രദറിന്റെ മേൽ ഒരു ഗോൾഡ് കളറുള്ള ഒരു ബെഞ്ച് ഓഫ് കീ തൻ്റെ തലയിൽ വയ്ക്കുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ. നിന്റെ ഹൃദയത്തിൽ നീ പല പ്രാവശ്യം വേല വേണ്ടെന്ന് പറഞ്ഞവനല്ലേ? ആണോ? പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്ന ദൈവം നിന്നെ വേലയ്ക്ക് വേണ്ടി നിർത്തി. കർത്താവിനോട് പറയുന്നു, വലിയ കാര്യങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോകാൻ പോവാ. നീ ഇവിടുന്ന് കുവൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തോ ഒരു പ്രത്യേകത കാണിക്കുന്നുണ്ട്. ആ പ്രത്യേകത കാണിച്ച ആ സ്ഥലത്ത് എന്തോ ഒരു ദൈവ സാക്ഷ്യം, ദൈവിക ശുശ്രൂഷ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം നിന്നെ നിർത്താൻ പോവുകയാണ്. കുവൈറ്റിൽ എന്തെങ്കിലും ബന്ധങ്ങളോ കണക്ഷൻസോ ഉണ്ടായിരുന്നു? പാസ്സായിട്ടിരുന്നിട്ടുണ്ട് കുവൈറ്റിൽ. എത്ര വർഷം? 4 വർഷം. കർത്താവിനോട് പറയുന്നു, ആമേൻ, വലിയ വേദനയോടെ ആയിരുന്ന പല സന്ദർഭങ്ങളിലും നിന്റെ പിതാവിൻ്റെ ചില ഡിസിഷൻ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ നിന്നെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. ഇവിടെ നീ ജോലിയും കാര്യമൊക്കെ ചെയ്താലും കർത്താവ് പറയുന്ന, ഒരു പുതിയ കാട് വെട്ടിത്തെളിക്കാൻ ഒരമ്പുമായി നിന്നെ വിടുകയാണ്. ഒരമ്പുമായി ദൈവം നിന്നെ വിടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു മിറക്കിൾ ചെയ്യണമേ.
തുരാബല രാബ കലറബ ശംദലറബലറബ. കർത്താവേ, 70 ദിവസത്തിനകം നിന്റെ ആത്മമണ്ഡലത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു. വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് കർത്താവ് നിന്നോട് ഓർപ്പിക്കുകയാണ്. കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. നിന്റെ കയ്യിൽ തോക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുകയില്ല. ചില തോക്കുകൾക്ക് ലൈസൻസ് വേണം. എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത ചില വെപ്പൺ നിന്റെ കയ്യിൽ ഇന്ന് രാത്രി കർത്താവ് പകരുന്നു. ദുരാമ, ഇന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ദൈവവുമായിട്ട് ചെയ്ത ചില തീരുമാനമുണ്ട്. ഓ, ഞാനത് കേട്ടിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഇവിടുത്തെ അഹവ ചർച്ചിന്റെ പാസ്റ്ററാണ്. പീറ്റർ പോലുള്ള ചർച്ചിൽ ഇറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇറങ്ങുന്നതിന് മുമ്പ് താൻ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയത് ദൈവം അതിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നു. അതിലേക്ക് തന്നെ ദൈവം പുറത്തു കൊണ്ടുവരുന്നു. റഖാല ശബാല റീബ ഖലറബ ശംദലറബലറബ. കർത്താവിനോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവം ചില വ്യക്തികളെ സ്പർശിക്കും. നീ പ്രാർത്ഥിച്ചോണം. മിറാക്കുലസ് വഴികൾ നിന്റെ മുൻപിൽ തുറക്കും. കർത്താവിനെ ഒരു വെളിപ്പാട് കാണിക്കുന്നു. ജോയൽ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചോണം. ചില വ്യക്തികളെ ദൈവം ആമേൻ അസാധാരണമായ നിലയിൽ ഒരു പൗലോസും ശീലാസും പോലെ ദൈവം ചിലരെ പുറത്തെടുക്കാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് in the name of Jesus. ഇന്ന് ബ്രദർ ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് അവൻ 3 കിലോമീറ്ററിനകത്ത് ദൈവം ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മിറക്കിൾ സംഭവിക്കാൻ പോകുന്നു. 7 പേരെ ദൈവം എന്നെ കാണിക്കുന്നു. ചില ദൈവിക പദ്ധതികൾ ദൈവം നടത്തിയെടുക്കാൻ പോകും. ഈ ദിവസങ്ങളിൽ നിന്റെ പിതാവ് ചെയ്തതിനേക്കാൾ ഒരു വലിയ മിനിസ്ട്രി, സാക്ഷ്യം, ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്, ദൈവം അത് ചെയ്യിക്കാൻ പോവുകയാണ്. അവിടെ ചില തമിഴ് ഫാമിലികൾ വരാൻ പോകുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുന്നു. Oh, touch in the name of Jesus. Liba kalaba sabta Sandrabanaga Sikhi in the name of Jesus. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ഉറവ മതില് കെട്ടിയാലൊന്നും നിൽക്കത്തില്ല. അത് സ്വീകരിക്കുമ്പോൾ മുമ്പോട്ടുള്ള ജേർണിയിൽ നിൽക്കുന്ന മതിലുകളെല്ലാം പൊളിയും. യെസ്, ഈ ഉറവ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാനും ദൈവത്തിന്റെ വോയിസ് കേൾക്കുന്ന ചെവിയും തുറക്കപ്പെടും.
ചില ഓട്ടിസങ്ങൾ ഓടി മറയാൻ പോവാ. ഓട്ടിസം ുമായുള്ള ചില തലമുറയിൽ ദൈവത്തിന്റെ കരം തൊടാൻ പോകും. നിങ്ങൾ ചിലര് ഇത് ടെസ്റ്റ് മണി പറയാൻ പോവുകയാണ്. നിങ്ങൾ ചിലര് ചില വിടുതലിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോവുകയാണ്. കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചോണം. കർത്താവ് സഭയിൽ ചിലരെ ഭയങ്കരമായി തൊടാൻ പോകുന്നു. ഒരു ഷിനു എന്ന് പേര് കാണിക്കുന്നു. ഷിനു, പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ ഭയങ്കരമായി ടച്ച് ചെയ്യും. ഡ്രൈ ബോൺസ് എഴുന്നേറ്റ് വരും. ദൈവത്തിന്റെ ചില മിറക്കിളുകൾ സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവം എവിടൊക്കെയോ തൊട്ടോണ്ടിരിക്കുന്നു. കർത്താവ് ചില കുടുംബങ്ങളെ തൊടുന്നു. In the name of Jesus. കർത്താവ് എന്നോട് വ്യക്തമായി പറയുന്നു, ഒരു ഷിനുവിന്റെ കുടുംബത്തിന് വേണ്ടി സഭ പ്രാർത്ഥിക്കണം. കുടുംബത്തിനകത്ത് ജനറേഷനെ ബാധിക്കാൻ നിൽക്കുന്ന ഒരു കുരുക്ക് ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ തമ്പുരാൻ അഴിച്ചു കളയുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. പ്രവാദന മുമ്പോട്ട് വന്നേ, മുമ്പോട്ട് വന്നേ. നാട്ട് പേരെന്തുവാ? ഷിനു. കർത്താവിനോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്ക് കുഞ്ഞുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെതിരെ ഒരു പോരാട്ടം. പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില പ്രതിബന്ധങ്ങൾ വന്ന് തകർക്കാൻ നിൽക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഉള്ള ഒരു വിടുതലാണ് എന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ്. ഈ കുഞ്ഞിനെ രക്തം കൊണ്ട് മുദ്ര ചെയ്യുന്നു, രക്തം കൊണ്ട് മുദ്ര ചെയ്യുന്നു. കർത്താവ് ബ്രദറെ ഫെബിൻ ഒരു കാര്യം ഓർക്കണം. ഈ ദിവസങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കണം. നിങ്ങൾ രണ്ടുപേരും, നിങ്ങളെക്കുറിച്ച് വലിയൊരു വിളിയുണ്ട്. സസേ, എന്നെ കർത്താവ് ഒരു കാഴ്ച കാണിക്കുന്നു. നിങ്ങൾ പുറകിലിരിക്കേണ്ടിവരല്ല, ഈ പുൽപിറ്റിൽ ദൈവത്തെ വർഷിപ്പ് ചെയ്യാൻ ആ നിലയിൽ ഒരു അഭിഷേകത്തോടെ ദൈവം നിങ്ങളെ പുറത്തെടുക്കും. ദൈവത്തിന്റെ ഒരു കരം ചലിക്കുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണ്. എല്ലാവരോട് പറയുന്നു, ഇപ്പൊ നിങ്ങള് ഈ ചർച്ചിലുള്ളവരാണ്. ഇപ്പോൾ ഈ ചർച്ചിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിലുണ്ടോ? ആക്ടിവിറ്റീസിലോട്ട് വരണം. ഇവരെ ചില റെസ്പോൺസിബിലിറ്റി കൊടുത്ത് ഒരു കുഞ്ഞിനെ പോലെ പൊക്കിയെടുക്കണം. ഇവരെ കൊണ്ട് ദൈവത്തിന് വലിയൊരു പ്ലാനുണ്ട്. ഇവരുടെ ഈ തലമുറയെ കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. കർത്താവ് നിന്നോട് പറയുന്നു, നിന്റെ ജോലി മേഖലകളിൽ ബ്രേക്ക് ത്രൂ സംഭവിക്കും. കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. എമ്മെന്ന് തുടങ്ങുന്ന പേരുള്ള മാത്യു. ഞാൻ ഇവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ചുറ്റും ഒരു തീമതിൽ ഞാൻ ആത്മാവിൽ കാണുകയാണ്. ആത്മാവിൽ ഒരു തീമതിൽ കാണുന്നു.
മാത്യു കുടുംബത്തിനകത്ത് ചില വേദനയിലൂടെ കടന്നുപോയി. കഴിഞ്ഞ കാലങ്ങളിൽ പെയിൻഫുൾ സിറ്റുവേഷൻ, ഏകാന്തതയുടെ അനുഭവം, ആമേൻ, ഒറ്റപ്പെട്ടെന്ന് തോന്നിയ അനുഭവങ്ങൾ പെട്ടെന്ന് വെട്ടിമുറിച്ച് മാറിപ്പോയതുപോലെ ഒരു വിഷൻ ദൈവം എന്നെ കാണിക്കുന്നു. ദൈവം ഇവിടെ കൊണ്ടുവന്നത്, ഇപ്പോൾ ഇവിടെ എത്തിച്ചത്, ഈ ഒരു സന്ദേശം കൈമാറാൻ ദൈവം നിന്നെ ചില സ്ഥലത്തുനിന്ന് ഇവിടെ കൊണ്ടുപോകുന്നു. എനിക്കറിയാം ഇന്ന് രാത്രി ഇതിനകത്ത് അഭിഷേകം കൈമാറുന്നുണ്ട്. You can change the, amen, your difference. നിന്റെ സിറ്റുവേഷൻസ് മാറുന്നു. ഇന്ന് രാത്രി ഊതാൻ അറിയത്തില്ലെങ്കിലും ദൈവം കാഹളം കയ്യിൽ തരാൻ പോകും. അത് ഊതിപ്പിക്കുന്നത് ദൈവമാണ്. ഊതുമ്പോൾ ഇടിയിക്കുന്നത് അവൻ നിന്റെ മേൽ വന്ന അവൻ ഈ ഉറവയാണ്. ചില പ്രോപ്പർട്ടികൾ എല്ലാം വിറ്റും ദൈവം ചില മിറാക്കുലസ് വഴിയിൽ ദൈവം നിങ്ങളെ കൊണ്ടുപോകും. കഥ പറയുന്നു, ഈ വർഷത്തിന്റെ ഡിസംബർ 3 പറയുന്ന ദിവസം മുതൽ ജീവിതത്തിന്മേൽ വ്യത്യസ്തതകൾ വരാൻ പോകുന്നു. നിങ്ങളുടെ വീടുമായിട്ട് എന്തോ റിലേറ്റഡായി വരുന്ന ആമേൻ ചില കാര്യങ്ങൾ ഇന്ത്യയിലും സംഭവിക്കും. കർത്താവിനെ കോട്ടയം എന്നൊരു ബോർഡ് ദൈവാത്മാവിനെ കാണിക്കുകയാണ്. കോട്ടയം റബാന ശിഖാദന ജഗദന പ്രവാചന. ഈ മകൻ ജനിക്കുമ്പോൾ ചില പ്രതിബന്ധങ്ങളിലൂടെ ഈ മകൻ പുറത്തു വന്നു. എന്നാൽ അതിന് ഓർക്കുന്നുണ്ടോ? അവൻ ദൈവം ഈ മകനെ രക്ഷിച്ചത് ഇപ്പോഴുള്ള ഡ്രൈ അവസ്ഥയിൽ ഇരിക്കാനല്ല. ദൈവം ഇവനെ അവൻ പവർഫുള്ളായി ആൾ മാറിയതുപോലെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഒരു സമയത്ത് വീട് വിട്ട് ദൂരെയായിരുന്ന ഒരു സ്ഥലത്ത് ഒരു ദൈവപ്രവൃത്തി കണ്ടാണ് ഈ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ കണ്ടത്. ആണോ? ആമേൻ. എവിടായിരുന്നത്? ഗൾഫില്. അവിടെ വെച്ച ഈ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് കണ്ടത്. ദൈവം അവിടെ വെച്ച് നിന്നെ ഒരുക്കി, അവിടെ വെച്ച് ദൈവം നിന്നെ പണിതു. ഈ തലമുറയുടെ മേൽ ഈ അഭിഷേകത്തിന്റെ മർമ്മം പകർന്നത് അവരോടുള്ള ഒരു ദൂതാണ് ഈ സ്ഥലത്തെത്തിച്ചത്. കൂടാതെ എനിക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ലെവൽ പകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പകർച്ച 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 ഓ പകർച്ച. എന്തുവാന്ന് എനിക്കറിയത്തില്ല. 14 എന്ന് കാണിക്കുന്നു. 14 മൈൽ എന്തോ 14 എന്നൊരു സംഭവം, ഒരു ഡേറ്റ് ദൈവം എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ 14 എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? 14 കർത്താവിനെ കാണിക്കുന്നു. 14 എന്തോ ആമേൻ 14 എന്നുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് എന്തോ ചില കാഴ്ച, എന്തോ ഒരു വെളിപ്പാട് ദൈവം കാണിക്കുന്നു. നിങ്ങളെ ദൈവം അത് ഓർമ്മിപ്പിക്കും. ഇവൾ വലിയൊരു പാട്ടുകാരിയാവും.
ഇവൾ വലിയൊരു പാട്ടുകാരിയാകും. സന്തര കടത്തര സിഖലിയ ഋബുഖൂലവ ശംദൽ പ്രവായ. കർത്താവിനെ ഒരു കാഴ്ച കാണിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ സ്പെഷ്യൽ മ്യൂസിക് അടിക്കും. കർത്താവിനെ കാണിക്കുന്നു. ഇവൾ ഇപ്പം കഴിവുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇവൾ വയലിൻ പഠിക്കും. ഒരു വയലിൻ അവിടെ കയ്യിലിരിക്കുന്നു. എല്ലാരും അടിക്കാത്ത ചില മ്യൂസിക് ഇവൾ അടിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഒരു വെളിപ്പാട് കാണിക്കുന്നു. എന്തോ ജെ എന്ന് തുടങ്ങുന്ന എന്തോ ഒരു അക്ഷരത്തിൽ തുടങ്ങുന്ന ആൽഫബറ്റിൽ തുടങ്ങുന്ന ഒരു നെയിം കർത്താവിനെ കാണിക്കുന്നു. എല്ലാവരും ഇവരെ കൈ ഉയർത്തി ഒന്ന് അനുഗ്രഹിച്ച്. ഷിനു, ദൈവസന്നിധിയിൽ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രയർ ലൈഫ് ഞാൻ നോക്ക്. നിങ്ങൾ ഈ സഭയ്ക്ക് ഒരു പ്രോഡക്റ്റായി ദൈവം നിങ്ങളെ ആക്കി മാറ്റും. ഹല്ലേലൂയ. നിങ്ങൾ അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ജോലിയും പൈസയും വീടും ഇത് മാത്രം ആയിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെതിനകത്ത് സുവിശേഷീകരണത്തിൽ ഒരു വലിയ പങ്കിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഡ്രീമുകൾ ദൈവം ഫുൾഫിൽ ചെയ്യും. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മഹത്വമുള്ള മിനിസ്ട്രിക്ക് ഇവരെ അനോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മനെ, നീ പ്രാർത്ഥിക്കുമ്പോൾ വിതുമ്പി പ്രോമിസസിന് വേണ്ടി ജാഗരിക്കണം. നിന്റെ പ്രാർത്ഥനയിൽ ഒരു ജേക്കബിന്റെ വീടിനും കൂടെ പ്രാർത്ഥിക്കണം. ഒരു ജേക്കബിന്റെ ഫാമിലിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ കാണിക്കുന്നു. വിട്ടുകളയരുത്. ആ ഫാമിലിയിൽ പിശാച് വളരെ ഏർലിയായി ബന്ധങ്ങൾ തകർത്തു, കുടുംബങ്ങൾ തകർത്തു, ഫാമിലി ലൈഫ് ഉടച്ചു. വിട്ടുകളയരുത്. നിങ്ങൾ പ്രാർത്ഥന നിർത്തിയോ? നിർത്തരുത്. ഇപ്പൊ നിർത്തിയിരിക്കല്ലയോ? ആ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. അത് നിമിത്തം നിങ്ങൾക്ക് ഒരുപാട് മുറിവുണ്ടായി, വേദനയുണ്ടായി, റിജക്ഷൻസ് വന്നു, ഇല്ലേ? ശരിയാണോ? ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. ഉറവ അങ്ങോട്ട് ചെല്ലാൻ പോവാ. ഉറവ, ഈ ഉറവ ചെന്നാൽ കണക്ട് ചെയ്യും. ഈ ഉറവ ചെന്നാൽ അകന്നത് ബന്ധപ്പെടും. നിങ്ങൾക്ക് മോളെ, നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ചില സബ്ജക്റ്റ് ഉണ്ട്. ആ വിഷയത്തിൽ നിന്റെ പിതാവുമായി ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യം കർത്താവിനെ കാണിക്കുന്നു. നിന്റെ ജീവിതത്തിൽ കുറെ മുറിവിലൂടെ നീ പോയി. നീ പലപ്പോഴും ചിന്തിച്ചില്ലേ ജീവിക്കണ്ടെന്ന്? മരിച്ചാൽ മതി എന്ന് കൊതിച്ചില്ലേ? അതിന്റെ നടുവിൽ ദൈവം നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി. ഇന്ന് പകൽ രാത്രി ക്ഷമിച്ചോ? ദൈവം ക്രൂശിൽ കിടന്ന് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാതെ ഇവരോട് ക്ഷമിക്കണമേ. എനിക്കറിയത്തില്ല നിങ്ങളെ ദൈവം വിളിച്ചതിന്റെ പിന്നിൽ എന്തോ ചിലത് പറയാൻ പോകുന്നു. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ മുറിവുകൾ ആഴത്തിൽ കിടക്കുന്നു, പൊറുക്കാൻ പറ്റാത്ത. ഇന്ന് രാത്രി കർത്താവ് അതിനെ ഒട്ടിക്കാൻ പോവാ. തുടങ്ങിയപ്പോൾ പറഞ്ഞത് കേട്ടോ, അറ്റുപോയ ബന്ധങ്ങൾ യോജിപ്പിക്കുന്ന ഉറവ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പാർശ്വരെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത്
ഓ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ അവരുടെ മേൽ ഒരു വലിയ അഗ്നി അഭിഷേകം ഓ പകരണമേ. ഒരഗ്നി അഭിഷേകം ദൈവം അവരുടെ മേൽ പകരണമേ. ഒരഗ്നി അഭിഷേകം ദൈവം അവരുടെ മേൽ പകരണമേ. ഒരഗ്നി അഭിഷേകം. അവരുടെ നാവ് തീക്കട്ടയായി മാറട്ടെ. ഒരു തീക്കഷ്ണമായി മാറട്ടെ. യെശയ്യാവിന്റെ നാവിനെ തൊട്ടതുപോലെ കർത്താവ് ഇവരെ ബ്ലസ് ചെയ്യണമേ. 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 ഓ കർത്താവ്, ഒരു വലിയ വളയം, ഒരു തീജ്വാല നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ചില കേഴ്സുകൾ വന്ന് നിങ്ങളെ തകർക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിലും അത് അറ്റാക്ക് ചെയ്യാൻ ഇട്ടിരുന്ന ഒരു കുരുക്ക് ഇന്ന് രാത്രി അത് കാത്തി പോയിരിക്കുന്നു. സാധര ജഗദന റീബ കലറബ ശംധ. In the name of Jesus. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഉറവ ഇതിനകം മൊത്തം പരക്കുകയാണ്. ഈ വെള്ളത്തിനകത്തു നൊഴിയാൻ പറ്റത്തില്ല. ഈ വെള്ളത്തിനകത്തൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ പോകുന്നു. റബ ശതര കാലബ ചൂടരബ നഗദുരബ ഓ റബ കലറബ ശംദ. ഓ ജീസസ്, എനിക്കത് നന്നായി ഫീൽ ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി അടിക്കുന്നത് പോലെ ഒരു കരണ്ട് വാശിയ. ഞാൻ ഈ കാനഡയിൽ പലയിടത്തും ശുശ്രൂഷിച്ചു. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് എന്നോട് പറയുന്നു, ഒരാത്മീക തീ, ഒരാത്മീക ജ്വാല, ഒരാത്മീക അനുഭവം അതിലേക്ക് ദൈവത്തിനെ എത്തിക്കാൻ. Whoa! ലെവലുകൾ ദൈവം മാറ്റാൻ പോകും. ഇതുവരെ പോയ പ്രശ്നങ്ങൾ, ഇതുവരെ പോയ പ്രതികൂലം നിന്നെ തകർക്കാനല്ല. ഒരു യോന ഭയന്ന് അവൻ വേറെ സ്ഥലം തിരഞ്ഞെടുത്തെങ്കിലും ഇല്ല. ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിനവയ്ക്ക് വിരോധമായി സംസാരിക്കാൻ നിന്റെ പ്രസംഗം പട്ടണത്തെ പിടിക്കാൻ പോവാ. നിന്റെ പ്രസംഗം പട്ടണത്തെ തൊടാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവാൻ പറയുക, നിന്റെ പ്രസംഗം പട്ടണത്തെ തൊടാൻ പോവാ. നിന്റെ പ്രസംഗം രാജ്യങ്ങളെ പിടിക്കാൻ പോവാ.
ശുശ്രൂഷ മാറാൻ പോവാ, സാഹചര്യം മാറാൻ പോവാ, അവസ്ഥകൾ മാറാൻ പോവാ. സാധാരണ പ്രസംഗം പോവാ. യെസ്, അടുത്ത ദിവസം ഈ പുൽപിറ്റിൽ കയറുന്നവർ അവരുടെ ശുശ്രൂഷകൾ മാറിക്കാണും. വർഷിപ്പ് ചെയ്യുന്നവരും പ്രസംഗിക്കുന്നവരും സാഹചര്യങ്ങൾ മാറി പ്രസംഗിക്കാൻ പോവുക. റുബാല സേഖ ദൂരാമാന സേഖ ലേഫന സീഖ ലബ ഓരബ കലറബ ശംദ. ഇന്ന് രാത്രി ഇതിനകത്തൊരു ഷിഫ്റ്റിംഗ് നടക്കുന്നു. ഒരു സീസൺ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. ഒരു സീസൺ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. തിരകട മനഗദന പ്രവാദന Sethana Seka Lama. Oh, fire in the name of Jesus. ഇന്ന് രാത്രി ഇവിടെ അവൻ തീ ബിൽഡ് ചെയ്യാൻ പോയ ഒരു തീ ഇവിടെ ബിൽഡ് ചെയ്യാൻ പോയ. Oh, in the name of Jesus. ഒരു തീ ബിൽഡ് ചെയ്യാൻ പോകുന്നു. Oh, fire. Oh, fire. Oh, fire. Oh, fire in the name of Jesus. Oh, fire. Urabakalaba. Oh, fire. Oh, fire, fire. Oh, fire. Urabaka. Oh, Jesus. Oh, fire. Oh, fire. Oh, fire. Urabakalaba. Oh, fire. Oh, fire. Fire. Oh, oh, fire. Oh, fire. Oh, fire. Oh, fire. Jesus. Tirabakalaba. Tarbakalaba Shamta. കർത്താവിനെ ഒരു വെളിപ്പാട് കാണിക്കുന്നു. ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുന്നു. പക്ഷേ ആ ഉറവയ്ക്കകത്ത് കല്ലുവാരിയിട്ടടയ്ക്കാൻ ശ്രമിക്കുന്നു. അത് വാക്കുകൾക്കകത്തൂടെ ശുശ്രൂഷയെയും ആത്മീക ഉണർവിനെ കെടുത്തുന്ന കല്ലുകൾ ഈ ഉറവ തെറിപ്പിച്ച് കല്ലുകൾ തെറിക്കും. Oh. Whoa. Oh, ribada jana bauda baraga jaba. Deni. ഉടമാര വേദകാര ജട്ടരാജ വൈഡരച്ച അത്തുകെട്ട മർത്തകെട്ടി വച്ചുകാല വൈത്തരക്ഷ ചടകരമ്പ വൈഡരപ്പ റിത്തരക്ഷ വൈഡകെട്ട ഉടവെച്ച മർത്തകെണ്ണ ചട്ടകെട്ട വന്തകെട്ട Kalaraba Ramana Seka Robo Koloba Shaka. പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു, നിന്റെ ജീവിതം
ദൈവം ആമേൻ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് യുവർ ബൗണ്ടറീസ്. ദൈവം നിന്റെ അതിരുകളെ വിശാലപ്പെടുത്താൻ പോകും. കഥ പറയുന്നു, ഇവിടെ നിനക്കൊരു പഠനമുണ്ട്. ഉഡാര ഹത്തര ജഗസി, ചില മാസ്റ്റേഴ്സ് നന്മകൾ, വാഗ്ദത്തങ്ങളുടെ പൊരുളുകൾ ഒക്കെ ദൈവം നിനക്ക് വെളിപ്പെടുത്താൻ പോകുന്നു. കർത്താവ് എന്നെ കാണിക്കുന്നു, നിന്റെ വീടുകളുമായി ഒക്കെ റിലേറ്റഡായി ഇവിടെ പിന്നെയും ചില പ്രവർത്തികൾ നടക്കാൻ പോകും. ദൈവം നിങ്ങൾ കുറെ ചെറുപ്പക്കാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാത്മ തീ കത്തുന്നു. എൽഡ മർമ്മ റഗാദ റാംബന സഗദര ജഗൽപ്രവ മാർത്തോര ജാഗാദരാജന പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ്, അവന്റെ സംസാരത്തിൽ പ്രത്യേകതകൾ വരും. ഇവനിപ്പോ എത്ര വയസ്സുണ്ട്? 1.25 വയസ്സ്. എന്നെ 3.5 എന്നൊരു കാഴ്ച ദൈവം കാണിച്ചു. 3.5 വയസ്സിൽ ഇവൻ ചില പ്രത്യേകതകൾ ഉള്ള സംസാരിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചോണം. കർത്താവിനെ കാണിക്കുന്നു, നിങ്ങൾക്ക് പ്രാർത്ഥനയിലും ആരാധനയിലും വർഷിപ്പിലും സ്തുതി, പ്രൈസ് ആൻഡ് വർഷിപ്പ്. കർത്താവിനോട് പറയുന്നു, നിങ്ങൾ ചില പാട്ട് എഴുതും. വളരെ നിന്റെ മുൻപിലും ചില ഉയർച്ച, നിന്റെ മുൻപിലും ചില ഉയർച്ച, പിന്നെയും ചില എക്സാമുകളിൽ നന്മകളിൽ വിടുതലുകൾ വരും. പേരെന്തോ? ഈ എൽഡ എന്നുള്ള പേര് പറഞ്ഞപ്പോൾ കർത്താവിനെ ഒരു കാഴ്ച കാണിച്ചു. ഒരു വലിയ ഉറവ, ഞാൻ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു ഉറവ ഇങ്ങനെ പൊങ്ങി വരുന്നു. പക്ഷെ ഒരു ഭയങ്കര വീതി, പല ഉറവ വീതി, നിങ്ങളെ അതിനകത്തോട്ട് ദൈവം കണക്ട് ചെയ്യും. ഇന്ന് രാത്രി ചില പ്രൊഫറ്റിക്കൽ ആക്ഷൻ, അട്രാക്ഷൻ, ഇതെല്ലാം സംഭവിക്കാൻ പോകും. ഇതെല്ലാം നടക്കാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവ് ഒരു വലിയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കാൻ പോകുകയാണ്. സിസ്റ്ററെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഒരു ചിൽഡ്രൻസ് മിനിസ്ട്രി മുൻപിൽ കർത്താവിനെ കാണിക്കുന്നു. ഒരു ചിൽഡ്രൻസ് മിനിസ്ട്രി.
ഹെവൻ, സ്വർഗം തുറന്നു നിൽക്കുന്നു. എനിക്കറിയാം ചിലരിൽ പകർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില പകർച്ചകൾ. ബുദ്ധിമണ്ഡലം ഒന്ന് വിട്ട് ദൈവത്തെ ഒന്ന് തുറന്ന് സ്തുതിച്ച്, ഓ ഇവരെ അനോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഉടാമാന സകല ജനഘടക ഉടലബരബരബരബരബ ഓ ധാര ഭാര ധാര ജാല ധാര ജാല ധാര ജാല കലവറ്റം മന്ദലകണ്ഠം 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 പഞ്ചലകണ്ഠം അത്തിലകട്ടി മത്തിലകട്ടി മന്ദലകാത ചുറ്റലകട്ട. യേശുവിന്റെ നാമത്തിൽ പുതിയ ഭാഷകൾ, പുതിയ ഭാഷ. യെസ്, ഇന്ന് രാത്രി പുതിയ ഭാഷകൾ പറയട്ടെ. ഓ ലോർഡ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കട്ടെ. ഓ ഫയർ, ഓ ഫയർ, ഉരബ കലരബ, ഓ ഫയർ, ഓ ഫയർ, ഫയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. റബ കലബ ശബ്ദ ഉരബ കലബ ശബ്ദ റീബ കലരബ ശബ്ദ. പക്ഷേ കർത്താവ് പറയുന്നു, ആമേൻ, ഗെറ്റ് റെഡി. പെട്ടെന്ന് ഒരു അസാധാരണ ശുശ്രൂഷയ്ക്ക് നീ തയ്യാറാകാൻ ദൈവം പറയും. നിന്റെ ജീവിതവും പ്രസംഗവും ഇതെല്ലാം ഇംഗ്ലീഷിൽ മാറും. ചില സ്ട്രീറ്റ് മിനിസ്ട്രി വെളിപ്പെടും. നിങ്ങൾക്ക് ദൈവം അത്ഭുതകരമായ വിടുതലുകളും മാറ്റങ്ങളും തരും. നിന്റെ ഈ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഈ കാനഡയിൽ ചില റിവൈവലിന് വേണ്ടി തയ്യാറായിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, ഈ ദിവസങ്ങളിൽ ശമുവേൽ ശമുവേൽ മൺബോ റൂഥു ലഗസി നാട്മു ഹുലി ബ്രിബോസിയ പ്രവചിക്കുന്നവനായി ഓ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. പ്രവചിക്കുന്നവനായി ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. കർത്താവ് എന്നെ കാണിക്കുന്നു ഒരു ഹീലിംഗ് മിനിസ്ട്രി. അത് ഭയങ്കരമായി സംഭവിക്കാൻ പോകും. നീ പ്രാർത്ഥിക്കണം, നിന്റെ കൂടെ ഞാനൊരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കും. കർത്താവ് പറയുന്നു, ഒരു ജോണിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളെ ആത്മാവിൽ ഈ ദിവസങ്ങൾ തൊടാൻ പോകുന്നു എന്നിവ കർത്താവിനെ കാണിക്കുക. നീ വളരെ പ്രാർത്ഥിക്കൂ. ഈ ദിവസങ്ങൾ ആത്മാവ് ചില നദീതീരത്തേക്ക് നിന്നെ ഇറക്കാൻ പോവാ. അത് മുട്ടോളമല്ല, അരയോളമല്ല, അത് നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മപ്രവാഹത്തിൽ എന്ന് തുടങ്ങുന്ന പേരുമായി ബന്ധപ്പെട്ട് നിന്റെ കുടുംബങ്ങളോട് ബന്ധപ്പെട്ടു വരുന്ന ചില വ്യക്തികളിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ സംഭവിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറയുന്നു, ഒരു പ്രത്യേക ഓർഗനൈസേഷനായി, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന പോലെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. നീ വിശ്വസിക്കൂ.
നീ പ്രാർത്ഥിക്കൂ. റബകലബ. ചില ഫാമിലികളെ ഞാൻ കൊണ്ടുവരാൻ പോവാ. ഇതിനകത്ത് മക്കളില്ലാത്തവർക്ക് മക്കൾ ജനിക്കാൻ പോകും. ഇതിനകത്ത് PR-ന്റെ വിഷയത്തിൽ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നവർക്ക് വിടുതൽ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണ കാര്യങ്ങൾ ചെയ്യാമോ? കർത്താവ് എന്നെ ബ്രേക്ക് ത്രൂ എന്നൊരു ബോർഡ് നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നു. നിങ്ങൾ ചെല്ലുന്നിടത്ത് ബ്രേക്ക് ത്രൂ നിങ്ങളിൽ സംഭവിക്കും. ആദ്യം നിങ്ങളിൽ ഒരു മാറ്റം, പിന്നെ നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് ഒരു മാറ്റം സംഭവിക്കും. അനോയിന്റ് പ്രാർത്ഥിക്കുന്നു, അനോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ യെശയ്യാ 35 പറഞ്ഞിരിക്കുന്ന പോലെ ഡെസേർട്ട്, വിൽഡർനെസ് ഇതെല്ലാം മാറി ഇത് ഗ്ലാഡ് ആകാൻ പോകും, റിജോയ്സ് ചെയ്യാൻ പോകും, റോസ് ആകാൻ പോകുന്നു, പനനീർ പുഷ്പമാകാൻ പോകും. ഇവരെ അനോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലാപ്പുറത്തു നിന്ന് ഒഴുകിയ ഉറവ നമുക്ക് ജീവൻ തരാന്, നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാ. ഇനിയും ആ സിൻഫുൾ ലൈഫിൽ പോകാതെ ക്രൂശിനോട് ചേർന്ന് സഞ്ചരിക്കുന്നവരായി തീരുക. യേശു നമ്മെ സ്നേഹിച്ചത് നമ്മൾ നരകത്തിൽ പോകാതിരിക്കാനാ. അവന്റെ സ്നേഹം ഓർക്കണം. നാം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിതാവിന്റെ വാക്ക് ഞാൻ സറണ്ടർ ചെയ്തു. ഇതുവരെ രക്ഷിക്കപ്പെടാത്തവർ, യേശുവിന്റെ മാർവിടത്തിൽ നിന്നൊഴുകിയ രക്തം നമ്മുടെ ജീവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ, പാപമരണത്തിൽ നിന്ന് രക്ഷിക്കാൻ. യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിൽക്കുന്ന സ്ഥലത്ത്, ഡാഡിയെ എൻ്റെ ഹൃദയം ഞാൻ അങ്ങയ്ക്ക് വേണ്ടി തുറക്കുന്നു. ഇന്ന് രാത്രി ഹൃദയം തുറക്ക്. കർത്താവ് ഒരു പക്ഷേ ഈ കാനഡയിൽ കൊണ്ടുവന്നത് നാം യേശുവിനെ അറിയാനാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് കാണൂ, നിങ്ങളുടെ വീട്ടിൽ സാഹചര്യം കാണത്തില്ല. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങിച്ചെല്ലും. ഇന്ന് രാത്രി എന്തൊക്കെയോ ഇതിനകത്ത് നടക്കുന്നതായിട്ട് എനിക്കറിയാം. ഒരു വലിയ പകർച്ച, ഇമ്പാർട്ടേഷൻ. നിങ്ങൾ ആമേൻ വിതയ്ക്കുമ്പോൾ, നിങ്ങൾ വാ തുറക്കുമ്പോൾ, നിങ്ങൾ സോ ചെയ്യുമ്പോൾ, നിങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ നിങ്ങളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതുവരെ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാത്ത,
ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കൂ. യേശുവിനോട് പറ, ഇനി ഞാൻ അങ്ങയ്ക്കായി ജീവിക്കും. അവന്റെ വാക്കിന്റെ മുൻപിൽ സറണ്ടർ ചെയ്യൂ. പുത്രൻ പിതാവിന്റെ വാക്കിന്റെ മുൻപിൽ എൻ്റെ അപ്പന്റെ വിൽ എന്നിൽ നടക്കണം എന്നവൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഹൃദയം കൊടുത്തവർ, യേശു എന്തിനു മരിച്ചു, ആ കാൽവറി മരണം വിശ്വസിക്കുന്നവർ, യേശു യോർദാനിൽ ഇറങ്ങി സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും. ഇന്ന് രാത്രി മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ സ്നാനപ്പെടരുത്. കാൽവറിയിൽ നമുക്ക് വേണ്ടി രക്തമൂറ്റിത്തന്ന് പിതാവിന്റെ വാക്ക് അനുസരിച്ച പുത്രന്റെ വാക്ക്, അവൻ എന്നെ സ്വീകരിക്കുന്നവൻ എന്റെ കൽപ്പന പ്രമാണിക്കും. ഈ കൽപ്പന പ്രമാണിക്കുന്നവൻ ക്രിസ്തുവിനെ ധരിക്കുന്നു. സ്നാനത്തോടെ ക്രിസ്തുവിനെ ധരിക്കുന്നു. സ്നാനപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം മാറുന്നു, യേശുവിനോട് ചേരുന്നു. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് യേശുവിൻ്റെ കാൽവറി മരണം വിശ്വസിക്കുന്നവർ വിശ്വസിച്ച് സ്നാനപ്പെടണം. ഇന്ന് രാത്രി വിശ്വസിച്ച് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് യേശുവിൻ്റെ വാക്കനുസരിക്കണം, ഞാൻ അവന് വേണ്ടി ജീവിക്കും എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് എനിക്കതിന് ആഗ്രഹമുണ്ട്, വലത് കൈ ഉയർത്തിപ്പിടിക്കൂ. ഞാൻ പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിച്ചാട്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് വെളിച്ചമില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റുകയില്ല. ഇന്ന് രാത്രി ഈ യേശുവിൻ്റെ വാക്കനുസരിപ്പാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയാൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ ലജ്ജിക്കാതെ കൈ ഉയർത്തിയാൽ പ്രാർത്ഥിക്കാം. In the name of Jesus, ഇന്ന് രാത്രി യേശുവിൻ്റെ മഹിമ നിങ്ങൾ കാണാൻ പോകുന്നു. അവൻ നിങ്ങളെ തൊടും, അവൻ നിങ്ങളെ തൊടും. കർത്താവ് വരുമ്പോൾ തള്ളപ്പെടരുത്. ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്താൻ പോകുന്നു. നസ്രേനായ യേശുവേ, ഇപ്പോൾ ഈ ജനത്തെ അങ്ങ് തൊടണമേ. ഒരു ഷെറിന്റെ കുടുംബത്തെ തൊടണമേ. ഇപ്പോൾ തൊടുക. യേശുവിന്റെ നാമത്തിൽ തൊടപ്പെടട്ടെ. ഓ, ഇന്ന് രാത്രി അങ്ങയുടെ കരം നീട്ടണമേ. Every sickness be healed in the name of Jesus. ഈ ജനത്തെ അനോയിന്റ് ചെയ്യുന്നു, ഇമ്പാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തി പകരണം, അത്ഭുതം ചെയ്യണം. ഇന്ന് തന്നെ ഒരു പകർച്ച ഇവരുടെ മേൽ സംഭവിക്കട്ടെ. കഥാവിനോട് പറയുന്നു, ഈ പ്രാർത്ഥനയിൽ ഉള്ള ആരുടെയോ അവൻ ചില കുടുംബങ്ങൾക്കകത്ത് ബോംബെയുമായി റിലേറ്റഡായി ചില മിഷൻ ഫീൽഡിൽ ഏരിയാസിൽ ദൈവപ്രവൃത്തി നടക്കാൻ പോകും. ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു, ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.